രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വലിയ ട്വിസ്റ്റുകളിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. രാഹുൽ പറയുന്നത് തനിക്കെതിരായ പീഡനക്കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ്. ഇത് കോടതിയിൽ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ സംഭവം ഒരു ട്വിസ്റ്റിലേക്ക് പോവുകയാണ്. ഇത്രയും നാളും കഴിഞ്ഞ 3 മാസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അജ്ഞാതയായ യുവതിയുടെ ആരോപണത്തിന് വിധേയമായി രാഷ്ട്രീയപരമായും അല്ലാതെയും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ആ യുവതിയെക്കുറിച്ചുള്ള ഒരു തരത്തിലുമുള്ള കമന്റ് നടത്താൻ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള എതിർ അഭിപ്രായമോ മറ്റു രീതിയിലുള്ള അഭിപ്രായങ്ങളോ നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നുമില്ല. അദ്ദേഹം തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് കോടതി നിയമവഴിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നത്. എന്തായാലും കേരളത്തിൽ TV തല്ലിപ്പൊളിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്നിരുന്ന് കേൾക്കാൻ കഴിയുന്ന വാർത്തകളല്ല. അച്ഛനും അമ്മയും കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ഒക്കെ ആയിരുന്ന് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല കേരളത്തിലെ TV ചാനലുകൾ റേറ്റിംഗ് കൂട്ടാനായി സംപ്രേഷണം ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വാർത്ത കാണാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സീരിയലിനെ വരെ വെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പല ചാനലുകളും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന നാറിയ കേളി കഥകളൊക്കെയാണ് ഇപ്പോൾ TV ന്യൂസ് ചാനലുകൾ ചർച്ച ചെയ്യുന്നത്. എന്തിനേറെ വേണമെങ്കിൽ ഈ ചാനലുകൾ അതിനെല്ലാത്തിനെയും ദൃശ്യാവിഷ്കാരം പോലും നടത്താൻ തയ്യാറാകും.